Hello friends, welcome back to my another beautiful unboxing video. It's me Gopi Krishna. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മളൊരു ഹുവായിയുടെ അതായത് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല സ്പെക്കും കാര്യങ്ങളെല്ലാം നല്ലൊരു അതായത് നമുക്ക് മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യാൻ ആദ്യമായിട്ട് സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയ നല്ലൊരു സ്മാർട്ട് ഫോണാണ് ഹുവായിയുടെ Y5 ലൈറ്റ് എന്ന മോഡൽ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഒരു സാധാരണ ആൾക്കാർക്ക് അതായത് സാധാരണ നമ്മൾ കീപാഡ് മൊബൈൽ യൂസ് ചെയ്ത ആൾക്കാർ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവർക്ക് അങ്ങനെ യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റിയ നല്ലൊരു സ്മാർട്ട് ഫോണാണ് ഹുവായിയുടെ Y5 ലൈറ്റ് എന്ന മോഡൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. 5.43 ഇഞ്ചിൻ്റെ നല്ലൊരു ഡിസ്പ്ലേയോട് കൂടിയാണ് നമ്മുടെ ഹുവായി Y5 ലൈറ്റ് എന്ന മോഡൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ലീക്ക് ഡിസൈനും ഒറ്റ നോട്ടത്തിൽ തരക്കേടില്ലാത്ത ഡിസൈനും തോന്നിക്കുന്ന നല്ലൊരു മോഡലാണ് ഹുവായി Y5 ലൈറ്റ്. ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മൈക്രോ USB ചാർജിങ് പോർട്ടും അതോടൊപ്പം ഒരു മൈക്രോഫോണിൻ്റെ സ്ലോട്ടും കാണാം. അതിനുശേഷം ലെഫ്റ്റ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഒരു സിം ട്രേയും കാണാം. അതോടൊപ്പം ടോപ്പിൽ നമുക്ക് 3.5 mm ഒരു ഓഡിയോ ജാക്കും അതുപോലെ വലത്തെ ഭാഗത്ത് ഒരു പവർ ബട്ടണും അതോടൊപ്പം വോളിയം റോക്കേഴ്സും കാണാം. നമ്മുടെ ഫോണിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒരു 8 മെഗാപിക്സലിൻ്റെ ഒരു സിംഗിൾ ലെൻസ് ക്യാമറയും അതോടൊപ്പം തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഫ്ലാഷും ഹുവായിയുടെ ഒരു ബ്രാൻഡിങ് നമുക്ക് ബാക്ക് സൈഡിലോട്ട് കാണാം. നമുക്കിനി ഇതിൻ്റെ സ്ക്രീൻ ഡിസ്പ്ലേയിലോട്ട് വരാം. തരക്കേടില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഹുവായി Y5 ലൈറ്റിൽ ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ നല്ലൊരു ബഡ്ജറ്റ്, അതായത് 5000 രൂപയ്ക്ക് താഴെയുള്ള നല്ലൊരു ഫോൺ, അതായത് എല്ലാ സ്പെസിഫിക്കേഷൻസും കൂടിയ 5000 രൂപയ്ക്ക് താഴെ ഇപ്പോൾ കിട്ടാവുന്ന മികച്ച റെഡ്മി ഉണ്ട്. അതിലും നല്ലതെന്ന് പറയുന്നില്ല, എന്നാലും റെഡ്മിയുടെ 8A എന്ന് പറയുന്ന മോഡലുണ്ട്, വെറും 6000 രൂപയ്ക്ക് നല്ല സ്പെസിഫിക്കേഷൻസ് കൂടിയ. എന്നാൽ ഹുവായിയുടെ നല്ലൊരു ഫസ്റ്റ് ഹാൻഡ് ഫോൺ. ഇതിൻ്റെ റാം വേരിയൻ്റ് എന്ന് പറയുന്നത് 1 GB ആണ് റാം എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ഇൻറ്റേർണൽ സ്പേസ് 16 GB ഇൻറ്റേർണൽ സ്പേസ് നമുക്കിതിനകത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഓവറോൾ സ്പെസിഫിക്കേഷനിലോട്ട് ഇനി പോവാം. പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയ ടെക്കിൻ്റെ ഒരു പ്രോസസ്സറാണ് നമ്മുടെ ഹുവായി Y5 ലൈറ്റിൽ വരുന്നത്. അതോടൊപ്പം നമുക്ക് ഇതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ അതായത് OS വെർഷൻ എന്ന് പറയുന്നത് 8.1 ആണ്, അതായത് ഒറിയോയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1440x720 ആണ്. നമുക്ക് ഒരു 720p അത്യാവശ്യം യൂട്യൂബിൽ കാണാം. അതുപോലെ ഇതിൻ്റെ റാം വേരിയൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞ 1 GB, അതുപോലെ ഇൻറ്റേർണൽ സ്പേസ് 16 GB. നമുക്കിത് അവൈലബിൾ ആയിട്ട് യൂസർക്ക് കിട്ടുന്നത് 12 GB ആണ്. അതോടൊപ്പം ഇതിൻ്റെ സെക്യൂരിറ്റി പാസ് ലെവൽ കിട്ടുന്നത് ജൂലൈ 5-ലാണ്. ഇത് ജാനുവരിയിൽ ഇറങ്ങിയ ഫോണാണ്. നമുക്ക് ഇതിപ്പം എൻ്റെ ഒരു ബന്ധു വാങ്ങിച്ചതാണ്, റിലേറ്റീവ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ വില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5000 രൂപയ്ക്ക് താഴെ ആയതുകൊണ്ടും നല്ലൊരു ഫോണായിട്ട്, അതായത് ആ റേഞ്ചിൽ കിട്ടുന്ന നല്ല സ്പെസിഫിക്കേഷൻസ് ഉള്ള നല്ലൊരു ഫോൺ ആയതുകൊണ്ട് നമുക്ക് ഇത് സജസ്റ്റ് ചെയ്യാം. അതോടൊപ്പം ഇതിൻ്റെ ക്യാമറ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയർ സൈഡിൽ 8 മെഗാപിക്സലിൻ്റെ ഒരു നോർമൽ ക്യാമറയും സെൽഫി ഭാഗത്ത് 5 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും നമുക്ക് ലഭിക്കുന്നു. ക്യാമറയും വലിയ കുഴപ്പമില്ലെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നമുക്ക് പറയാം, കാണാൻ സാധിക്കും. ഓട്ടോ ഫോക്കസ് പോലുള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് നമ്മുടെ റിയർ സൈഡിലെ ക്യാമറയിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഫിൽറ്റർ യൂസ് ചെയ്യാം. ഒറിയോ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ പറയേണ്ടതില്ലല്ലോ, നമ്മളെല്ലാവരും ആൻഡ്രോയിഡ് പൈ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഒറിയോയിലോട്ട് കാണുമ്പോൾ പഴയ ഒരു വെർഷനായിട്ട് ഫീൽ ചെയ്യുന്നു, അതൊരു പോരായ്മയാണ്. എന്നാലും കുഴപ്പമില്ല. എന്നാലും അത്യാവശ്യം നല്ലൊരു സ്ലീക്ക് ഡിസൈനും കാര്യങ്ങളുള്ള നല്ലൊരു ഫോണായിട്ട് നമുക്ക് ഹുവായി Y5 ലൈറ്റിനെ കണക്കാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടും ഫസ്റ്റ് ഹാൻഡ് യൂസേഴ്സ്, അതായത് നമ്മൾ സ്മാർട്ട് ഫോൺ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് പഠിക്കാൻ പറ്റിയ നല്ലൊരു സ്മാർട്ട് ഫോണായിട്ട് നമുക്ക് ഹുവായി Y5 ലൈറ്റിനെ കണക്കാക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള അൺബോക്സിങ് വീഡിയോസ്, അതുപോലെ നല്ല ടെക്നോളജിപരമായ നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് വ്ളോഗിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുമാത്രമല്ല ഇത് വാങ്ങിക്കുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ നല്ല ടെക്നോളജി വീഡിയോയുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഗോപി കൃഷ്ണ.